തദ്ദേശ വാർഡ് വിഭജനത്തിലെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്ത് UDF ഉപരോധിച്ചു. ജീവനക്കാരെ അകത്തേക്ക് വിട്ടില്ല. പഞ്ചായത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. പള്ളിക്കരയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളുമായി. പറയൂ അരുൺ. പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. UDFന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. പള്ളിക്കര പഞ്ചായത്തിലാണ്. പള്ളിക്കര പഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തിയെന്നാണ് UDF ഉന്നയിക്കുന്ന ആരോപണം. അത് പ്രധാനമായും LDFന് സാധ്യതയുള്ള വാർഡിലേക്ക് ഈ UDFന് സാധ്യതയുള്ള വാർഡിൽ നിന്ന് പകുതി ഭാഗം അങ്ങോട്ടേക്ക് ചേർത്തു, വോട്ടർമാരെ ചേർത്തു എന്നാണ് ആരോപണം. ഇവിടെ 3 ഗേറ്റ് ഉണ്ട്. ഈ 3 ഗേറ്റും ഈ പ്രവർത്തകർ അതിരാവിലെ തന്നെ എത്തി ഉപരോധിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ജീവനക്കാരെ ഒന്ന് കാണിക്കാം. ജീവനക്കാർ അപ്പുറത്ത്, അതായത് പഞ്ചായത്തിൻ്റെയൊക്കെ പുറത്ത് ഒരു കടയ്ക്ക് താഴെ വന്ന് രാവിലെ മുതൽ തന്നെ നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെയും അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാൻ, അതായത് ഇന്നത്തെ പഞ്ചായത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ ജീവനക്കാർ ഒന്നടങ്കം അപ്പുറത്ത് ഈ പഞ്ചായത്തിൻ്റെയൊക്കെ തൊട്ടിപ്പുറത്തുള്ള ഒരു കടയ്ക്ക് താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. മേൽപ്പറമ്പ ബേക്കൽ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ പോലീസ് സംഘം ഇവിടെ എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ MP ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ആ സമരപരിപാടിയായി മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകരെ ഉള്ളിലേക്ക് അകത്തേക്ക് കടത്താൻ സമ്മതിക്കില്ല, അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. വാർഡ് വിഭജനത്തിൽ പഞ്ചായത്ത് ക്രമക്കേട് നടത്തിയെന്നാണ് ഇവരുടെ ആരോപണം. എന്തായാലും 3 ഗേറ്റും പഞ്ചായത്തിനകത്തേക്കുള്ള 3 ഗേറ്റും അടച്ചിട്ടുണ്ട്. ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. 10-30ഓളം ജീവനക്കാരാണ് ഇവിടെ പുറത്തു നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.